പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പീപ്സ് യൂട്യൂബ് ചാനൽ ഇന്നൊരു യാത്രയിലാണ്. ഞങ്ങൾ പോകുന്നത് പൂശനാംപട്ടി എന്ന സ്ഥലത്തേക്കാണ്. കോട്ടയത്ത് നിന്നും കുമിളിയിലെത്തി, കുമിളിയിൽ നിന്നും മലയിറങ്ങി കമ്പത്തെത്തി, കമ്പത്ത് നിന്നും ഒരു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു നാട്ടിൻപുറത്തൂടെയാണ്. ഞങ്ങൾ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും അതിമനോഹരങ്ങളായ കൃഷിയിടങ്ങളാണ്. തെങ്ങുംതോപ്പുണ്ട്, വാഴത്തോട്ടമുണ്ട്, മാവുണ്ട്, പുളിയുണ്ട്, പച്ചക്കറികളുണ്ട്. അങ്ങനെ വിവിധ ഇനം കൃഷികൾ ചെയ്തിട്ടുള്ള ഒരു നാട്ടിൻപുറത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു മുന്തിരിത്തോട്ടത്തിന് മുന്നിലിറങ്ങി. ആ മുന്തിരിത്തോട്ടത്തിന് മുന്നിൽ നിന്നും ഞങ്ങളൊരു സെൽഫിയും എടുത്തു. ഈ സെൽഫിയിൽ ഇടതേ അറ്റത്ത് കാണുന്നത് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗമിത്രനാണ്. അത് കഴിഞ്ഞ് നിൽക്കുന്നത് ശ്യാംകൃഷ്ണനാണ്. അതിനുശേഷം രാജേഷ്, അതിനുശേഷം അരുൺ രാജ്. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും യാത്ര മുന്നോട്ട് തുടരുകയാണ്. പൂശനാംപട്ടിയിൽ ചെല്ലുക, അവിടുത്തെ എല്ലുവൈദ്യന്മാരിൽ പ്രമുഖനായ ചുരുളിയപ്പൻ്റെ വൈദ്യശാല സന്ദർശിക്കുക. അവിടെ നിന്നും അവർ എങ്ങനെയാണ് ഈ ചികിത്സ നടത്തുന്നത് എന്ന വിവരം ശേഖരിക്കുക. അവിടെ ചികിത്സ തേടി എത്തിയിട്ടുള്ളവരുടെ അനുഭവങ്ങളും ശേഖരിക്കുക. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ പീപ്സിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ പൂശനാംപട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ചുരുളിയപ്പൻ്റെ വൈദ്യശാല. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ചുരുളിയപ്പൻ. അദ്ദേഹമാണ് ഒരു കാലത്ത് ഇവിടുത്തെ പ്രമുഖ എല്ലുവൈദ്യനായിരുന്നത്. ഇപ്പോഴദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അടുത്ത കാലത്താണ് മരണപ്പെട്ടതെന്നറിയുന്നു. നമുക്ക് വൈദ്യശാലയ്ക്കുള്ളിലെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് തോളുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ വൈദ്യൻ പരിശോധിച്ചു, അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഈ തോളുവേദനയ്ക്ക് പരിഹാരമായി വൈദ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വൈദ്യൻ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു കെട്ടിടുകയാണ്. നമുക്കതെങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് കാണാം. നല്ല അലക്കിയ നല്ല വെടിപ്പുള്ള മുണ്ടിൻ്റെ കഷ്ണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മുണ്ടിൻ്റെ കഷ്ണം റോളാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചുറ്റി വയ്ക്കുകയാണ്. ഈ കെട്ടിന് മുകളിലാണ് എണ്ണയൊക്കെ നമ്മൾ പുരട്ടി കൊടുക്കേണ്ടത്. അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തന്നെ പുരട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അത് എണ്ണ വൈദ്യശാലയിൽ നിന്ന് തന്നെ തരും. തുണി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് മറ്റൊരു തുണി വെച്ചു കെട്ടി. ഇനി അത് അതിൻ്റെ കെട്ടൊന്ന് മുറുക്കുന്ന ഭാഗമാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് അവിടുന്ന് ആദ്യം വെച്ച തുണിയുടെ ഒരു ഭാഗം തിരികെ വലിച്ചെടുത്ത് തോളിൽ വെച്ച് കെട്ടുകയാണ്. നമ്മൾ നേരത്തെ കണ്ട രോഗിയെ ചികിത്സിച്ച വൈദ്യൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ചുരുളിയപ്പൻ്റെ മകനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ചികിത്സയുടെ രീതികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാം. നമസ്കാരം. ഇതെങ്ങനെയാണ് പരമ്പരാഗതമായി കിട്ടിയ ചികിത്സാ രീതിയാണോ? അത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എണ്ണയാണോ കുഴമ്പാണോ എന്താണ് ഇത് ഉപയോഗിക്കുന്നത്? എണ്ണ, കുളമ്പുണ്ട്. അപ്പോൾ ഇത് സർജറി ഒന്നുമില്ല. അപ്പോൾ സർജറി വേണ്ട കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യും? ചില കേസുകളിൽ സർജറി വേണം. അപ്പോൾ ആ കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്പറേഷൻ ചെയ്യും. എല്ലാ ജോയിന്റ് ആളുകളെ പിന്നെ ഓപ്പറേറ്റ് ചെയ്യും. ആര് ചെയ്യും? ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ കാണിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അല്ലാത്തെല്ലാം നിങ്ങളിവിടെ ചെയ്യും. ചെറിയ ജോയിന്റ് ആയിക്കഴിഞ്ഞാൽ വൈദ്യൻ ഒരു അമ്മയുടെ കൈ വെച്ച് കെട്ടി ചികിത്സിക്കുന്നതാണ് കാണുന്നത്. വൈദ്യൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ട കേസുകളാണെങ്കിൽ അത് ഡോക്ടറെ അടുത്തേക്ക് വിടുമെന്നാണ് വൈദ്യർ നേരത്തെ നമ്മളോട് പറഞ്ഞത്.
നമുക്ക് ഈ അമ്മയോട് ഒപ്പം വന്ന ആളിനോട് വിശേഷങ്ങൾ അന്വേഷിക്കാം. മകനാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ചെമ്മണ്ണാർ എന്ന് പറയും. ചെമ്മക്കാട്. ചെമ്മണ്ണാർ. അതെവിടെ? അത് ഉടുമ്പൻചാലക്കടുത്ത്. ഉടുമ്പൻചാല എന്ന് പറയുന്നത് ഇടുക്കി ഉടുമ്പൻചോല. ഇടുക്കി ഉടുമ്പൻ. ഇതിപ്പോ കൈക്ക് എന്ത് പറ്റിയതാ? അത് കൈ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പം സ്ലിപ്പായി ബസ്സിന്റെ കമ്പിയിൽ കൈ അടിച്ച് ഇവിടുത്തെ ഈ രണ്ട് എല്ലും ഓടിക്കും. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ് രണ്ട് എല്ല് പൊട്ടി. ഓടിക്കുകയും ചെയ്ത് ഇവിടെ ഇങ്ങനെ പൊട്ടലും ഉണ്ടാകും. അപ്പം മറ്റ് ചികിത്സകളൊക്കെ തേടിയോ? മറ്റു ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മള് ആശുപത്രി പോയതാണ്. അപ്പൊ എന്താ പറഞ്ഞു? നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് ചെയ്യുന്നു. ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത് ഗ്ലാസ് ഇടാൻ പറ്റത്തില്ല, സ്റ്റീൽ ഇടുന്നു. അപ്പൊ അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ വെയിൽ സമയമാണ്. ഇതിപ്പം 6ാമത്തെ ഘട്ടമായി. അപ്പൊ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ വരണം. 15 ദിവസം കൂടുമ്പോൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടി കഴിയുമ്പോൾ ചൊറിച്ചിലുണ്ടാകും. അത് കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ട് കഴിയുമ്പോൾ വീണ്ടും 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് കമ്പി എടുക്കണം. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേദനയൊന്നുമില്ല. ചെറിയ വേദന ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ വൈദ്യരെ വിളിച്ച് ചോദിക്കും. കുഴപ്പമുണ്ടെങ്കിൽ വൈദ്യരെ വിളിച്ച് ചോദിക്കും. ചോദിച്ചപ്പോൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നീര് വെക്കണം എന്നാണ് പറഞ്ഞത്. നീര് വേദന ഉണ്ടാകണം. ഉണ്ടായി കഴിയുമ്പോൾ അവര് ഒരു എണ്ണ തരുന്നുണ്ട്. നമ്മൾ കടലിൽ മേടിച്ചു പോകാൻ പറയാം. കടലിൽ മേടിച്ചു കഴിയുമ്പോൾ ആ എണ്ണ വേദന ഉള്ളപ്പോൾ കുറെ ഒരു ശകലിച്ച് കെട്ടിന്റെ മേളിൽ കെട്ട് നമുക്ക് കഴിക്കാനൊക്കെ കെട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റും. തുണിയുടെ മേളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഇപ്പൊ എങ്ങനെയുണ്ട്? പൊതുവെ മെച്ചമുണ്ടോ? മെച്ചമുണ്ട്. ഓക്കെ, ഇത് മുമ്പ് ചെയ്ത വല്ലവരെ അറിയാമോ? മുമ്പ് ഇവിടെ വന്ന് ചികിത്സ തേടി ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്, അവർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ അത് ചികിത്സ ഫലപ്രദമാണ്. ഓക്കെ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിപ്പോ പൊട്ടലില്ല, ജോയിന്റ് ഇല്ല, മുറിവുണ്ട്, എല്ലിന് പൊട്ടലുണ്ട്. അപ്പൊ എല്ലിന് പൊട്ടലുണ്ട് അല്ലേ? എല്ലിന് പൊട്ടലുണ്ട്. അതിവിടെ വന്നിട്ട് പൊട്ടിട്ട് വിടർന്നിരുന്നത്. ഇവിടെ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം വരുന്നേ? ഇവിടെ ഇപ്പൊ 4ാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട്? ഭേദമായോ? കുറവുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ മറ്റേ ആശുപത്രിയില് അവിടെ കമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ ഇവിടെ തൊടുപുഴയാണോ? തൊടുപുഴ. കമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂശനാൻപെട്ടി വന്നു. പൂശനാൻപെട്ടി വന്നിട്ട് കാല് ഇദ്ദേഹത്തെ വൈദ്യരെ കാണിച്ചു. ഇതെല്ലാം വൈദ്യരാണ്. അപ്പൊ കാണിച്ചപ്പോ ഒരു കുഴമ്പൊക്കെ ഇട്ട് കെട്ടി റെഡിയാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? പഴയതിനെക്കാട്ടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് മുമ്പ് ഇത് ചെയ്ത് വിജയിച്ച വല്ലവരെ അറിയാവോ? ഇങ്ങനെ ചെയ്ത് അവിടെയുള്ള ആൾക്കാർ കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടെ തൊടുപുഴ അവിടുത്തെ കുറെ ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇതിന്റെ ഫലം കിട്ടിയ ആൾക്കാരുണ്ട്. ഇപ്പൊ ചുരുളിയപ്പന്റെ വൈദ്യശാലയാണ് ഇവിടെ ഏറ്റവും കേമം അല്ലേ? ശരി. ഓക്കെ. എന്തായാലും ഇദ്ദേഹത്തിന്റെ കാല് ഇവിടെ വന്ന് ഇദ്ദേഹത്തെ അടിയൊക്കെ വെച്ച് കെട്ടുകയാണ്. അതൊക്കെ വെച്ച് കെട്ടി ഇവരെ ശരിയാക്കി കൊടുക്കും. കമ്പി ഇടണമെന്ന് പറഞ്ഞ കേസാണ്. അദ്ദേഹം തൊടുപുഴയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് കാരണം കമ്പിയിടിയിൽ ഒഴിവാക്കി അദ്ദേഹം ഇവിടെ വന്ന് ഈ നാട്ടുവൈദ്യം ചെയ്യുകയാണ്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വരുന്നത്. വളരെ വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വൈദ്യനോട് തന്നെ ചോദിക്കാം. നമ്മുടെ ചുരുളിയപ്പന്റെ പുതുതലമുറയിലെ ഒരംഗമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹവും ഈ ചികിത്സയൊക്കെ ചെയ്യുന്ന വൈദ്യനാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ നമുക്കറിയാനുള്ളത് ഈ എണ്ണയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എണ്ണ വേണ്ട, പുറത്തോട്ട് പറയണ്ട. അത് വേണ്ട. അപ്പൊ അങ്ങനെ അതൊക്കെ ഇട്ട് നിങ്ങൾ എണ്ണ കാച്ചിട്ട് അതാണ് ഈ ഒടുവിൽ തടവുന്നത്. എന്നിട്ട് നിങ്ങൾ അതേപോലെ തടിക്കഷ്ണം വെച്ച് ചൊവ്വ ചുറ്റി കിട്ടും. അപ്പൊ അതാ ഒടിവുണ്ടെങ്കിൽ ഈ കാണുന്ന തടിക്കഷ്ണങ്ങൾ ഇതെന്തോ എന്തിന്റെ തടിയായത്? മൂങ്കൽ മുള. അത് മുളയാണ്. മുളയുടെ തടിയാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കൈയുടെ വെച്ച് കിട്ടുന്നത് ഇതാണ്. ഇത് കൈയുടെ വെച്ച് കിട്ടുന്നത് സംഗതിയാണ്. അപ്പൊ കാലിലും കൈക്കും ഒക്കെ ഓരോരോ തരമുണ്ട്. അതവരെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ച് കെട്ടി എണ്ണയൊക്കെ തേച്ച് കുഴമ്പൊക്കെ തേച്ച് അവരത് ശരിയാക്കി എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതിന് കുഴമ്പുണ്ടോ? കുഴമ്പ് തന്നെ അപ്പുറത്തെ കടയിൽ തന്നെ. ഇവിടെ തന്നെ നേരത്തെ അവർ തന്നെ ഫുള്ള് റെഡിയാക്കി കൊടുത്തായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊക്കെ തേച്ച് കുഴമ്പെല്ലാം തേച്ച് ശരിയാക്കും. മറ്റേ ചതവിന് അത് ആ കുഴമ്പ് മാത്രമേ പരട്ടിയാൽ മതി. ചതവിന് കുഴപ്പം മാത്രം. എല്ല് ഒടിവുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് ചെയ്യും. ഇപ്പൊ എല്ല് ജോയിന്റ് ആയി പോയാൽ വേറെ ഓപ്പറേഷൻ ചെയ്യണം. എല്ല് ജോയിന്റ് ആകാതിരിക്കുവാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറയും.
ഒരു 30-35 ദിവസം നോക്കും. നോക്കിയിട്ട് അങ്ങനെ അസ്ഥി ജോയിന്റ് ആകുവാണെങ്കിൽ ഇവിടെ തന്നെ വെച്ച് ഫുള്ള് റെഡിയാക്കും. ജോയിന്റ് ആകുവാണെങ്കിൽ ജോയിന്റ് ആയില്ലെങ്കിൽ ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ പറയും. ഒടിഞ്ഞ എല്ല് ചേർന്നില്ലെങ്കിൽ അത് ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്യാൻ പറയും. ഒടിഞ്ഞ എല്ല് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ ഇവിടെ തന്നെ വെച്ച് ഫുള്ള് റെഡിയാക്കി തരാം. അപ്പൊ ഈ കാലൊക്കെ ഒടിഞ്ഞ ആൾക്കാർ ഇവിടെ വന്ന് കെട്ടഴിച്ച് നടന്നിട്ടാണോ പോകുന്നത്? നടന്ന് എല്ലാം സുഖമായിട്ട്. പിന്നെ ആ സമയത്തിനല്ല, പിന്നെ അത് ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് തന്നെ നടക്കാന്ന് പറയും. പിന്നെ വെറും തുണി മാത്രം വെച്ച് കെട്ടുവാണെങ്കിൽ അവരുടെ അടുത്ത കാര്യം പറഞ്ഞു തരും. പിന്നെ ഒരു 1.5 മാസം അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറയും. സൂക്ഷിച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ പതിയെ തന്നെ വാക്കർ വെച്ച് തന്നെ നടക്കാന്ന് പറയും. ആ സമയത്ത് തന്നെ നടക്കുവാണെങ്കിൽ പിന്നെ ശാലം കൂടി അവിടെ പെരുപ്പ് കാണും. അപ്പൊ വാക്കർ വെച്ച് നടന്ന് എല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ തന്നെ നടന്നാൽ മതി. അപ്പൊ ഇതിന്റെ ഫീസൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? അതന്നെ പടി വെച്ച് കെട്ടുവാണെങ്കിൽ ഒരു 1200 അങ്ങനെ തന്നെ മേടിക്കും. പടി വെച്ച് കിട്ടിയെങ്കിൽ 1200 ഒരു പ്രാവശ്യം. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോൾ അടുത്തടുത്ത് പറയുവാണെങ്കിൽ അങ്ങനെ പതിയെ തന്നെ വൈദ്യുതി പറയും. പറയുന്ന പൈസ അങ്ങനെ പതിയെ തന്നെ കുറവാക്കിയിട്ട് കൊണ്ടുവരും. അങ്ങനെ പടി വെച്ച് കിട്ടുന്നില്ലെങ്കിലോ വേറെ തുണി മാത്രം വെച്ച് കെട്ടുവാണെങ്കിൽ 500 അങ്ങനെ തന്നെ മേടിക്കും. 500 അല്ലെങ്കിൽ 300 അങ്ങനെ തന്നെ മേടിക്കും. മറ്റൊരു രോഗിയോടൊപ്പം വന്ന സഹായിയും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോടും സംസാരിക്കാം. തൊടുപുഴ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് 1,00,000 രൂപ പറഞ്ഞു, അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ പോകാൻ വന്നു. ഇവിടെ ഒരു 5-6 തവണ വന്നാൽ മതി. നമ്മൾക്ക് തൊഴിലിവിടെ എത്തിപ്പെടണമെങ്കിൽ കൂടി വന്നാൽ ഒരു 5 രൂപയ്ക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ 30,000 രൂപയ്ക്ക് തീരും. അപ്പോൾ അതിനേക്കാളും ഉപരി ഇവർ വന്ന് നടത്തി ഭംഗിയായിട്ട് വിടുന്നുണ്ട്. കാലിന് വളവ് പോലും ഇല്ലാതെ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കമ്പി എടുക്കാൻ വേണ്ടി വീണ്ടും പോകണം. അതൊക്കെ ചിലവാണ്. ഇത് ഒറ്റ 5-6 തവണയ്ക്ക് ഓക്കെ ആവും. പ്രശ്നങ്ങളൊന്നുമില്ല. രോഗി ഹാപ്പിയാണ്. അയാൾ വന്നതിനേക്കാൾ കൂടുതൽ ഉണ്ട്. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരത്തെ വന്ന 4 പേരുടെയും പൂർണ്ണമായും ശരിയായി. ഓക്കെ. ഇത്രയും വിവരം പങ്കുവച്ചതിന് ഇദ്ദേഹത്തിന്റെ പേരെന്താ? ഹരി. ഇത്രയും വിവരം പങ്കുവച്ചതിന് ഹരിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. പൂശനാംപട്ടിയിലെ പാരമ്പര്യ എല്ലുവൈദ്യന്മാരിൽ പ്രമുഖനായ ചുരുളിയപ്പൻ്റെ വൈദ്യശാലയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പീപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് വീണ്ടും എത്തും. അതുവരെ നമസ്കാരം.